പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്ന് ദേവാലയത്തിൽ പോവുകയും ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും സഭയെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും സഭയുടെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ, ഇന്ന് ഉടമ്പടി പ്രകാരം രോഗികളെ കാണാൻ പോകുന്നവരെ, സുവിശേഷ വേലയ്ക്ക് പോകുന്നവർ, പത്രം കൊടുക്കാൻ പോകുന്നവർ, അനാഥാലയങ്ങളിൽ പോകുന്നവർ, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം പാലിച്ചു പോകുന്നവരെല്ലാം, അവരെല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും വിടുതലുണ്ടാകട്ടെ. പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നമ്മളെ നയിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറക്കുകയും നിൻ്റെ വഴികളിൽ അവിടെ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഇന്ന് കാണാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ജീസസ്. എന്നുവെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെ കിട്ടാം, സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ, 21 ലക്ഷം ആൾക്കാർ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എത്ര 87 തുടങ്ങിയതാണ്. ഇപ്പം എത്രയോ വർഷമായി, 36 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പം 37 വർഷമായിരുന്നു. എന്താണ് ഇത്രയും കാലങ്ങളിലൂടെ ഒരു 10-200 ആൾ അല്ലെങ്കിൽ 500 ആളെയൊക്കെ കാണാത്ത ദിവസങ്ങൾ കുറവാണ്. ഏറ്റവും കുറഞ്ഞ ദുഃഖവെള്ളിയാഴ്ച മാത്രം ആൾക്കാരെ ഒന്നും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും ആൾക്കാരെ കാണും. ഞാനിത് പറയാൻ കാര്യം, ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ കാരണം, ഞാൻ എപ്പോഴും ആൾക്കാരെ നിരീക്ഷിക്കും. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ദൈവവചനത്തെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യനും മനുഷ്യൻ്റെ പ്രശ്നങ്ങളും. അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് പരിഹരിപ്പിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, പണ്ടുപോലെ ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാരെ എല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം പഠിപ്പിക്കും. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഞാനത് കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ പഠിപ്പിക്കാൻ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണം എന്ന് പറയണത്, ഇപ്പം നൈസേൻ ക്രീഡ്, നിക്കിയ സുനദോസ് വിശ്വാസ പ്രമാണം, സഭയുടെ വിശ്വാസ പ്രമാണം. അപ്പം അതിൻ്റെ അകത്ത് വരണത് അത് എന്താണെന്നാണ് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ? അത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ്. അതെങ്ങനെയാണ്? ആദിമസഭയിൽ പൗലോസിനുണ്ടായ വെളിപാടാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷയെന്ന് പറയണത് അതുപോലെ ഈശോ തന്നെയാണ്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ ധ്യാനങ്ങളിലും. എൻ്റെ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 10:9, റോമ 10:9, പിന്നെ ലൂക്ക 2:30. ഇപ്പം രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്? അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്, രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കണമല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യം എന്താണ്? യമനിയമാസന, പ്രാണായാമ, പ്രത്യാസന, നിധിധ്യാസന, സമാധി, അങ്ങനെ ഒരു സമാധിയിലേക്ക് പോകുന്നതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യം ഈ ക്രിസ്തുവിനെ അനുഭവിക്കുക. അപ്പോൾ നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള പുതിയൊരു വാതിൽ തുറന്നു വരികയാണ്, സാധ്യതയാണ്. അപ്പോൾ ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ആ പ്രശ്നകാലങ്ങളിൽ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കണം. വിശ്വാസത്തെ നമുക്കറിയാം, വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും ഒരറിവിൻ്റെ തലത്തിലുള്ള വിശ്വാസമുണ്ട്, അല്ലേ? വിശ്വാസം കേൾവി എന്നൊക്കെ പറയത്തില്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ ഒന്നാണ്. അപ്പം എന്തെങ്കിലും വിശ്വാസമല്ല ഉള്ളത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളാണ്. ഞാനിത് പറയണ കാരണം, അതായത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം വചനങ്ങളില്ലേ, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ. ആദ്യം വിശ്വാസം അറിവിൽ നിന്ന് വരണ കാണാം. എന്തറിവാണ്? വിശ്വാസം കേൾവിയിൽ നിന്ന്. 10:17 റോമ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഇത് ഇതിലേക്കൊന്നൊരു 100 പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് അടിത്തറ ഉറപ്പിച്ചില്ലെങ്കിൽ ഉത്തരവിധാനമൊക്കെ ഇങ്ങനെ വിണ്ടുകേറി വരും. പ്രത്യേകിച്ച് കാറ്റും മഴ ഉണ്ടാകുമ്പോൾ. കർത്താവ് ഒരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്താണ്? ഇപ്പം അടിത്തറ എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നും. കേൾവി എന്താണ്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്, പ്രസംഗങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ബേസ് ചെയ്താണ് വിശ്വാസം ഉള്ളത്, അല്ല എന്തെങ്കിലും വിശ്വസിക്കുകയല്ല. ഇപ്പം ചില ആൾക്കാർ, ചില സെക്കുലറായിട്ടുള്ള ആൾക്കാർ, ഈവൻ പ്രീസ്റ്റ് പോലും പറയും
അച്ഛൻ ചെയ്യണത് ഫെയ്ത്തിസമാണെന്ന് പറയും. അപ്പോൾ ഞാൻ വിവരക്കേട് പറയുമ്പോൾ ഞാൻ മിണ്ടത്തില്ല. കാര്യം ഞാൻ മിണ്ടിയാൽ എനിക്ക് അവർ ഒഫൻഡ് ചെയ്യേണ്ടി വരും. എന്താ കാര്യം, ഫെയ്ത്തിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലത്ത് യൂറോപ്യൻസ് ലോകത്ത് സംഭവിക്കുന്ന ദൈവികമായ ഇടപെടലിനൊക്കെ വിളിച്ച പേര് ഫെയ്ത്തിസം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഫെയ്ത്തിസം എന്ന് പറഞ്ഞാൽ പറയും ക്രിസ്തു പോലും ഫെയ്ത്തിസമാണ് ഉപയോഗിച്ചതെന്ന് പറയും. എന്താണ്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. അതായത് വിശ്വാസം എന്ന് പറയണത് നമുക്കൊരു വിശ്വാസം ഉണ്ടാകണത് ആത്മവിശ്വാസം, ആത്മധൈര്യം. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കമ്പിയെക്കൂടി നടക്കത്തില്ലേ, ഒരു വലിയ റോഡൊക്കെ പിടിച്ചുകൊണ്ട് അവർ ബാലൻസ് പോകാതിരിക്കാൻ കമ്പിയെക്കൂടി നടക്കും. സർക്കസുകാർക്ക് അവരുടെ ബാലൻസിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള വിശ്വാസമല്ല, അതിനാണ് ഫെയ്ത്തിസം എന്ന് പറയുന്നത്. അവരുടെ കഴിവിൽ, അവരുടെ മെയ് വഴക്കങ്ങളിൽ, ശീലങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം. അങ്ങനെയല്ല. വി ബിലീവ് ഇൻ എ പേഴ്സൺ. ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഒരു ഐഡിയയിൽ പോലും അല്ല വിശ്വസിക്കുന്നത്. ഇപ്പോൾ മാർക്സിസം ഒരു ആശയത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നുള്ളതാണ് ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ റെവലേഷൻ എന്ന് പറയുന്നത്, വെളിപാട്. അപ്പോൾ ഈശോ തന്നെ പറഞ്ഞല്ലേ, വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പറയും, ലൂക്കാ 2:30, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവാണ്. ഇപ്പം റോമ 10:9 നമ്മൾ വായിച്ചേ, 10:9 വായിച്ചേ. ഇത് ഞാൻ നിങ്ങളെ കാണാതെ പഠിപ്പിക്കും. എന്താണെന്നറിയോ? ഇതിപ്പോൾ നിങ്ങൾ ചിലർ പറയുമോ, ഇപ്പം ഇത് അച്ഛൻ എപ്പോഴും പറയണതാണിത്. ഇത് തന്നെ ഇനി ഞാൻ മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ. എന്താണ്? 10:9 വായിച്ചേ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും. അപ്പോൾ ആരാണ് യേശു? യേശു എന്ന് പറഞ്ഞ കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നീ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം. രക്ഷ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായ വിശ്വാസ സമൂഹത്തെ അങ്ങ് ആശീർവദിക്കണമേ. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും എന്നുള്ള അങ്ങയുടെ വിലയേറിയ വാഗ്ദാനം ഈ ആരാധന സമയം എല്ലാവർക്കും അനുഭവവേദ്യമാകാൻ ഇടയാക്കണമേ. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടവരെ കുടുംബം എങ്ങനെ പോറ്റണമെന്ന് അറിയാതെ നട്ടം തിരിയുന്നവരെ, മക്കളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒരു ആശയവും കിട്ടാതെ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് പോലും അറിയാതെ തിരഞ്ഞെടുക്കുന്നത് ലഭ്യമല്ലാതെ പലതരത്തിലുള്ള വേകുലങ്ങള് അനുഭവിക്കുന്നവരെ അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോഴ് ഈ ആരാധനയില് അവർക്ക് പുതിയ വെളിച്ചം, പുതിയ വഴി, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ജനരാശികളെ ലക്ഷ്യങ്ങളിലേക്ക് അയച്ച നല്ല ദൈവമേ, വഴിയും സത്യവും ജീവനുമായവനെ നിന്റെ മുഖത്ത് നോക്കി നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് ചെയ്ത
ചെയ്ത എന്റെ കർത്താവേ, ഈ പ്രാർത്ഥനാ സമൂഹത്തിലെ ആരാധനാ സമൂഹത്തിലെ ആത്മശക്തിയുടെ ധൈര്യത്തിന്റെ അഭിഷേകമായി ഇരുട്ടിനെ നോക്കിക്കൊണ്ട് ഇതാ വെളിച്ചമുണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോഴ് പ്രപഞ്ചത്തിലെ വെളിച്ചം തികഞ്ഞതുപോലെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ പ്രത്യേകിച്ച് ഓരോരോ വിഷയങ്ങളിലെ ഇരുട്ട് മൂടിപ്പോയവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ജീവിത വിഷയങ്ങളിലേക്ക് കല്യാണത്തിലെ പോലെ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീടില്ല, ജോലിയില്ല, കടമാണ്, അവർ ശവം പോലെയാണ്, അവർ രക്ഷിക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, ഉടമ്പടി സ്വരൂപമേ, ഈശോയുടെ ജീവിക്കുന്ന ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലെ ഞങ്ങൾ കൈപ്പടി പ്രാർത്ഥിക്കുന്നു, ദൈവമായ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവസ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥതയിലെ യേശുവിന്റെ നാമത്തിലെ അടയാളങ്ങള്, വഴികള്, വെളിച്ചങ്ങള് ജീവിതത്തിലെ സംഭവിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, സത്യസന്ധമായ ആരാധനയ്ക്ക് അനുയോജ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അടിപ്പിണർ പോലെ, വൈദ്യുതാഘാതം പോലെ ദൈവികമായ ശക്തി ഈ ആത്മീയ സമൂഹത്തിലേക്ക് അഭിഷേകമായി നിറയട്ടെ. സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, തകർന്നുപോയ കുടുംബങ്ങളെ, മരണങ്ങൾ സംഭവിച്ച കുടുംബങ്ങളെ, ദുഃഖത്തിൽ ആണ്ടുപോയ കുടുംബങ്ങളെ, ഡിപ്രഷൻ ബാധിച്ച വ്യക്തികളെ, ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ആശയമില്ലാത്തവരെ, ആത്മവിശ്വാസമില്ലാത്തവരെ, ആത്മധൈര്യത്തിന്റെ അഭിഷേകം അവരിലേക്ക് ആവഹിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് ആരാധന. ആരാധനയും കർത്താവായ ദൈവമേ, കാലവർഷത്തിന്റെ കെടുതികളെ അനുഭവിക്കുന്ന കുടുംബങ്ങളെ, കാർഷിക തകർച്ച, തൊഴിൽ തകർച്ച, മത്സ്യബന്ധന തകർച്ച, സാമ്പത്തിക ഭാരങ്ങളാല് നട്ടം തിരിയുന്നവരെ നിമിഷം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ പുതിയ വെളിച്ചവും പുതിയ വഴികളും ലഭിക്കുവാൻ കർത്താവിന്റെ പ്രകാശം, കർത്താവിന്റെ പ്രസാദം
കർത്താവിന്റെ പ്രസാദം ഈ ഹോളിലെ പ്രാർത്ഥിക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരും നിറയട്ടെ, എല്ലാവരും നിറയട്ടെ. ഒരുമിച്ച് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവപ്രസാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. കർത്താവ് നമ്മളെ വിളിച്ചു വരുത്തിയതാണ്. നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ വിളിച്ചു വരുത്തിയതാണ്. അവിടുത്തെ അമ്മയുടെ ചിറകിലെ സാന്ത്വനത്തിൻ്റെ കരങ്ങളിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ, ഒരുമിച്ച് എല്ലാവരും കർത്താവിൻ്റെ വചനമാണ് 1 കൊരിന്ത്യർ 1:4. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവിൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എല്ലാ തരത്തിലും കൃപാസനം നോക്കിയാൽ, സാക്ഷ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ദൈവം അമ്മയുടെ മധ്യസ്ഥലെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, കർത്താവിൻ്റെ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കാൻ ഏറ്റവും നല്ല എളുപ്പ വഴിയെന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ വിഷയത്തോട് എന്തുമാത്രം ആശ്രയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിഷയം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത്രയും നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയങ്ങളെക്കുറിച്ചും ആഗ്രഹപ്പെടണം. അപ്പം നിങ്ങൾ ദൈവസ്നേഹം ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലാകും. ഒരു മിനിമം ദൈവസ്നേഹം ഇല്ലാതെ കർത്താവിന് നിങ്ങളുടെ ആത്മാവിലേക്ക് ആകർഷിപ്പുണ്ടാകത്തില്ല. അനുഗ്രഹം എപ്പോഴും വർദ്ധിക്കുന്നത് ആകർഷിപ്പിലൂടെയാണ്. അപ്പം നമ്മളുടെ മുമ്പിലുള്ള ഒരു ആധ്യാത്മിക ആചാര്യന്മാരുടെ, ഗുരുക്കന്മാരുടെ മുമ്പിലുള്ള പ്രശ്നം എങ്ങനെ മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ വസിപ്പ് ആകർഷിപ്പിച്ചെടുക്കാൻ പറ്റും. ആകർഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദൈവത്തിന് നിങ്ങളെ കണ്ട്, ഇപ്പം നിങ്ങൾ തന്നെ കല്യാണം കഴിക്കാനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആകർഷണമുണ്ട്, ആൾക്കാർ പറയത്തില്ല, ഒരു ഫയർ, സ്പാർക്ക് എന്നൊക്കെ അല്ലേ പറയണത്. അപ്പം അത് ദൈവത്തിന് നിങ്ങളെ കണ്ടാൽ ഒരു സ്പാർക്ക് തോന്നണം. ദൈവത്തിന് നിങ്ങളെ കണ്ടാൽ ഒരു സ്പാർക്ക് തോന്നണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ദൈവത്തിൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനുകളുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും, അതാണ്, അതൊക്കെ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 13:35. യോഹന്നാന്റെ സുവിശേഷം 13:35. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളുടെ മേൽ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണത്, ഫോർമുലയാണ്. നിങ്ങളെപ്പോഴും ദൈവത്തിന് ഇപ്പം എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധ്യമല്ല. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 6:40.
6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. എന്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കും. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അതായത് എപ്പോഴും നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് ഒരു ആകർഷണം ഉണ്ടാകും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ആകർഷണമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരു ഡിപ്രിസിയേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ചില ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർക്ക് അവരെക്കുറിച്ച് തന്നെ വലിയ വിലയില്ല. എൻ്റെ ജീവിതം മഹാമോശമായിരുന്നു, എൻ്റെ കൂതറ ജീവിതമായിരുന്നു എൻ്റെത്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഡിപ്രിസിയേഷനാണ് ഉള്ളത്. എന്താണ്? ഒരു മിനിമം അതൊരു മൂല്യ കുറവുണ്ട്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മ പറയണത്. എന്താ കാര്യം? നിങ്ങളുടെ പഴയ കാലം നിങ്ങളെ ദൈവം ഇപ്പോഴും കണക്കിലെടുക്കണില്ല. ദൈവം കണക്കിലെടുക്കുന്നില്ല. ടേക്ക് ദ ബെഡാക്കോട് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ പറഞ്ഞ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ഇത് എന്താ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്? എവിടെയോ വെച്ച് റൈറ്റ് ഓഫിങ് സംഭവിച്ചിട്ടുണ്ട്, എഴുതി തള്ളിയിട്ടുണ്ട്. നിങ്ങളെ ആകർഷിച്ച കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വരുന്നവനെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചെന്നല്ലേ? അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചെന്നല്ലേ? അതിൻ്റെ അർത്ഥം റൈറ്റ് ഓഫ് നടന്നിട്ടുണ്ട്. എഴുതിയോ കർത്താവ് നിങ്ങളുടെ പഴയ കടങ്ങളെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. വെട്ടിക്കളഞ്ഞതിന് കാരണങ്ങളുണ്ട്. അത് ഈ ആകർഷിപ്പുള്ളതുകൊണ്ടാണല്ലോ അടുത്ത് വരുന്നത്. ആകർഷിപ്പിൻ്റെ കാരണങ്ങളൊന്ന്, ഏതോ ഒരു ക്വാളിറ്റി നിങ്ങളിൽ ഇപ്പോഴും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുണ്ട്, സ്പാർക്കുള്ളതുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കർത്താവ് പറയണതനുസരിച്ചാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഏതോ ഒരു ക്വാളിറ്റി, ഗുണം നിങ്ങളിൽ ഇപ്പോഴും കർത്താവിന് ഇഷ്ടപ്പെട്ടതുണ്ട്. അതുകൊണ്ടാണ് ആസന്നമായതിനെ ഊതിക്കത്തിക്കാൻ പറയണത്. ബൈബിള് കുത്തിക്കെട്ടി ഒതുക്കുമ്പോൾ അവസാനത്തെ അതിൻ്റെ ഉപസംഹാരത്തിൽ വരണത് അവസാന വാക്കുകളാണ്. എന്താണ്? നിങ്ങളിൽ ആസന്നമായതിനെ ഊതിക്കത്തിക്കാൻ. ഇതെവിടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാട് 3:2. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ടില്ലെന്നാണ് പറയണത്. ഇപ്പം എന്താ സംഭവം? നിന്നിൽ ആസന്ന മരണമായതിനെ ഊതിക്കത്തിക്കാൻ എന്തോ ഒരു കണ്ടൻറ്റ് നിങ്ങളിൽ ദൈവത്തിന് ഇപ്പോഴും ഇഷ്ടപ്പെട്ടതായിട്ടുണ്ട്. അതാണ് എൻ്റെ സ്പാർക്ക് എന്ന് പറയണത്. ചിലപ്പോൾ നിൻ്റെ കുടപ്പുറമാരുള്ള സ്നേഹമായിരിക്കാം നിൻ്റെ. ചിലപ്പോൾ മക്കൾ തന്നെ എല്ലാവരും നിങ്ങളെ അപ്പന്മാർ ഉപേക്ഷിക്കുമ്പോൾ ഒരാൾ അവിടെ പഠിത്തവും മുടക്കി, അവർക്ക് വേണ്ടി അവരെ ഓഫറും മുടക്കി അവിടെ നിൽക്കും. എല്ലാവർക്കും ഒരുപോലെ അമ്മയാണ്, എല്ലാവർക്കും ഒരുപോലെ അപ്പനാണെങ്കിലും അപ്പനമ്മയും കിടപ്പായി കഴിഞ്ഞാൽ എല്ലാ മക്കളും ഒരുപോലെ അല്ലല്ല നോക്കണത്. ഒരാളതിൻ്റെ അകത്ത് ഉണ്ടാകും. എന്താണ്? ഒന്നും കിട്ടിയിട്ടില്ല. കൊടുത്തൊക്കെ ചിലപ്പോൾ ഇളയ മക്കൾക്ക് മൂത്തമൊക്കെ ആയിരിക്കും. എനിക്ക് അപ്പനൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല, എങ്കിലും എൻ്റെ അപ്പനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ നിൽക്കും. അതാണ് നിന്നിൽ ആസന്ന മരണം. അതാണ് ദൈവത്തിൻ്റെ ആകർഷണത്തിൻ്റെ സ്പാർക്കിംഗ് പോയിൻ്റ്. അത് മറ്റുള്ളവരോട് നീ കാണിക്കുന്നതാണ്. അല്ല മറ്റുള്ളവരോട് നീ കാണിക്കുന്ന ഇപ്പോൾ ഈശോ ഫെയർവെൽ സ്പീച്ചില്ലേ, കർത്താവിൻ്റെ വിടവാങ്ങൽ സന്ദേശങ്ങൾ നോക്കുമ്പോഴൊക്കെ കാല് കഴുകിയതിന് ശേഷം പറയണത് എന്താണ്? നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്ന് വിളിക്കുന്നു. ദാറ്റ് ഇസ് കറക്റ്റ്. നിങ്ങളുടെ ഗുരു നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും. യോഹന്നാൻ 13:14. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അതായത് എപ്പോഴും നമ്മൾ ഡിവൈൻ സ്പാർക്ക്, ദൈവത്തിന് നമ്മളോടൊരു ആകർഷണം തോന്നാനുള്ള, സ്പാർക്ക് ഉണ്ടാകാനുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള അടുപ്പമാണ്. അവർ ബന്ധുക്കളാകണമെന്ന് സ്വന്തപ്പെട്ടവരാണെന്നില്ല, ഒരു ബന്ധുവില്ല ജീവിതത്തിൽ ആദ്യം കാണുകയിരിക്കും. അപ്പം എങ്കിലും അവരുടെ ദൈന്യാവസ്ഥയിൽ നമ്മൾക്ക് അവരോടൊരു സന്ധിപ്പ് തോന്നിയ അതിനാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പോയിൻ്റ് വെച്ചാണ് ദൈവം നിന്നിലേക്ക് ആകർഷിപ്പുണ്ടാകുന്നത്. ആകർഷിപ്പ് കൂടും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ. നിൻ്റെ സൽപ്രവർത്തികൾ അനുസരിച്ച് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ നിൻ്റെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പൂർണ്ണമാകുന്ന ഭാഗികമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് ദൈവസ്നേഹത്താൽ പൂർണ്ണമാകുന്ന അനുസരിച്ച് കൊണ്ട് എന്തു ചെയ്യും? ദൈവത്തിൻ്റെ ആകർഷണം അസൂയ നിർഭരമായ ആകർഷണമായിട്ട് മാറും. ആകർഷണത്തിൻ്റെ ഇൻറ്റൻസിറ്റി, അട്രാക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. അതുകൊണ്ടാണ് നിൻ്റെ ആത്മാവിനെ അസൂയയോടെ അഭിരക്ഷിച്ചു. യാക്കോബ് 4:5 യാക്കോബ് 4:5 നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അതായത് ഇതിൻ്റെ വരുന്ന വിഷയം നമ്മൾ യോഹന്നാൻ 6:44 അനുസരിച്ചുകൊണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ എല്ലാവരും എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആകർഷണത്തിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. അതെന്തായിരിക്കും? ആകർഷണ കണ്ടൻറ്റ് നമുക്ക് മറ്റുള്ളവരുടെ കമ്മിറ്റ്മെൻറ്റാണ്. എപ്പോഴും ദൈവസ്നേഹം എപ്പോഴും പറയുന്നത്, ദൈവസ്നേഹത്തിൻ്റെ വിഷയം നമ്മൾക്ക് ദൈവസ്നേഹം കിട്ടി നമ്മളുടെ ഉദരപൂരണത്തിനേക്ക് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ബൈബിൾ പറയണത് ഉദരമാണ് അവരുടെ ദൈവമെന്നാണ്. അതാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യം മാത്രം ജന്മകാലം മുഴുവനും നമ്മുടെ ജോലി, നമ്മുടെ മക്കളുടെ ഗതി പിടിക്കൽ, നമ്മുടെ മക്കളുടെ കല്യാണം, നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, നമ്മുടെ വീട് വിൽക്കുന്നത്, നമ്മളെന്ന് പറഞ്ഞിരുന്നാൽ അതിന് ബൈബിൾ പറയണത് ഉദരമാണ് അവരുടെ ദൈവം എന്നാണ്. ഫിലിപ്പി 3:19 നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അതായത് ലജ്ജാകരമായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്ത കാര്യത്തിന് വല്ലാത്ത അഭിമാനം. എപ്പോഴും ബൈബിൾ പറയണത് അഭിമാനിക്കുന്നതിന് ആദ്യം അഭിമാനിക്കേണ്ടത് നിങ്ങളുടെ കാറിലോ വീടിലോ നിങ്ങളുടെ ആസ്തിയിലോ നിങ്ങളുടെ ശമ്പളത്തിലോ നിങ്ങളുടെ പ്രൊമോഷനിലോ നിങ്ങളുടെ PR-ലോ ഒന്നുമല്ല. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. 2 കൊരിന്തോസ് 10:17 ഏറ്റവും അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ ഫുൾ സ്പാർക്കിലേക്ക് വരികയാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗത്തിൻ്റെ നിത്യമായ ലക്ഷ്യം? എന്താണ്? ദൈവമാണ്. ദൈവത്തിൽ അഭിമാനിക്കുമ്പോഴാണ് ഇപ്പം നിങ്ങൾക്കത് തോന്നണ വാസ്തവത്തിൽ നിങ്ങളുടെ സ്ഥാപന ജംഗ വസ്തുക്കൾ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അടിച്ചു മാറ്റുന്ന പരിപാടികളാണ് പലപ്പോഴും നിങ്ങൾ അഭിമാനമായിട്ട് പറയണത്. നത്തിങ്. ദൈവം തന്നെയാണ് നമ്മുടെ അഭിമാനത്തിൻ്റെ ആസ്തി എന്ന് പറയണത്. അത് അങ്ങനെ ദൈവം തന്നെ ഒരു വ്യക്തിക്ക് അഭിമാനത്തിൻ്റെ ആസ്തിയായി മാറുമ്പോൾ, അടിസ്ഥാനമായി മാറുമ്പോൾ നമ്മുടെ ആത്മാവിനെ വളരെ നല്ല മൂല്യവത്താകുന്നതുകൊണ്ട് ദൈവം അതിനെ അസൂയയോടെ അഭിലഷിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്പാർക്ക് ശരിക്കും ഒരു സൂര്യനായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. നിങ്ങളുടെ ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ചുകൊണ്ട് സ്പാർക്ക് കൂടിക്കൂടി ഒരു സൂര്യനെപ്പോലെ ആയിരിക്കണം. സ്പാർക്ക് ടു സൺ. ഉടമ്പടി എങ്ങോട്ടാണ് പുതുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പാർക്കിൽ നിന്ന് ഒരു സണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു സ്പാർക്കിൽ നിന്ന് ഒരു പൊരിയിൽ നിന്ന് ഒരു സൂര്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം ആത്മീയ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ക്രമീകരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വിഷയം ക്രമീകരിക്കുന്നതിൽ ശ്രദ്ധിക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കൂടിയാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ ആ സന്തോഷം വിശ്വാസം കൂടിയാൽ ഉണ്ടാകുന്നുണ്ടോ? അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ള ആൾക്കാർക്ക് വിശ്വാസം കൂടിയാൽ ഉടനെ സന്തോഷം ഉണ്ടാകും. അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷിച്ചുകൊണ്ട് അപ്പോസ്തലപ്രവർത്തനങ്ങൾ 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:34. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് പറഞ്ഞ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് വിശ്വാസം തന്നെ ആനന്ദമാണ്. വിശ്വാസം തന്നെ ആനന്ദമാണ്. അതിനാണ് അഭിഷേക അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയും. അനോയിൻറ്റഡ് നമുക്കൊരു ട്രഡീഷണൽ ഫെയ്ത്താണ് നമുക്കുള്ളത്. ട്രഡീഷണൽ ഫെയ്ത്താണ്. ട്രഡീഷണൽ ഫെയ്ത്ത് അതിന് അപ്ഡേഷൻസ് വരുമ്പോഴാണ് വിശ്വാസം അനോയിൻറ്റഡ് ഫെയ്ത്തായി വരണം. ഇപ്പം നമ്മൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, ഓക്കെ, ചിലപ്പോൾ ആനന്ദം ഉണ്ടാകുന്ന നിർബന്ധമില്ല. കാര്യം എന്താണ്? വിശ്വാസം നമ്മുടെ പേരിൽ, അത് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ വിശ്വാസത്തിലല്ലേ നമ്മൾ ജനിക്കണത്. അപ്പൻ്റെ അമ്മയുടെ വിശ്വാസം ജനിക്കുന്നതുകൊണ്ട് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുണ്ട് ജീവിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെന്നേ വരത്തുള്ളൂ. പക്ഷേ എല്ലാവർക്കും, ഈ ക്രിസ്ത്യൻസിനും നോൺ ക്രിസ്ത്യൻസിനുള്ള സിംഗിൾ ക്വസ്റ്റ്യൻ എന്താണ്? ഹും ഡു യു സേ ദാറ്റ് ഐ ആം? അവിടെ ആ വിഷയത്തിൽ വരുമ്പോൾ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആനുകൂല്യമില്ല. ഒരു ഫേവറബിൾ വിശ്വാസത്തിൽ വളരാനുള്ളൊരു ഫേവറബിൾ സർക്കംസ്റ്റൻസേ ഉള്ളൂ. ആ സർക്കംസ്റ്റൻസ് കൊണ്ട് അവൻ്റെ പേരിൽ അവനത് വെച്ച് വ്യയം ചെയ്ത് അവൻ നേടിയെടുത്ത ഓക്കെയാണ്. നേടിയെടുക്കാത്ത എന്തുമാത്രം ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിക്ക് ഭാര്യയായിട്ട് നടക്കുന്ന എന്തുമാത്രം മനുഷ്യരുണ്ട് ഇല്ലേ? ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ക്രിസ്ത്യൻ സഭയ്ക്ക് ബാധ്യതയായി നടക്കണം, ക്രിസ്ത്യൻ സമൂഹത്തിന് ബാധ്യതയായി നടക്കുന്ന ഒത്തിരി മനുഷ്യരില്ലേ? അപ്പോൾ ജനിക്കണതല്ല പ്രശ്നം. അപ്പോൾ നീ എത്ര സമ്പാദിച്ചു? ഹും ഡു യു? കുറേ ചോദ്യങ്ങൾ ബൈബിളിൽ ചോദിക്കും. നീ എത്ര സമ്പാദിച്ചു? 10 നാണയം കൊടുത്തവരുണ്ട്, 5 നാണയം കൊടുത്തവരുണ്ട്, 1 നാണയം കൊടുത്തവരുണ്ട്. യജമാനൻ തിരിച്ചു വരുമ്പോൾ ചോദിക്കണേ, ഓഡിറ്റിംഗ് നടത്തും, നീ എത്ര സമ്പാദിച്ചു? അവന് ഹും ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിൻ്റെ അപ്പൻ പറയണമെന്നല്ല ചോദിക്കണത്, നീ പറയണത്. നിൻ്റെ അനുഭവമാണ് പ്രശ്നം. നിൻ്റെ വിശ്വാസത്തിൽ നീ എന്താണ് എന്നെക്കുറിച്ച് പറയണത്? അതാണ് അപ്ഡേഷൻസ് ഓഫ് ഫെയ്ത്ത്. അപ്ഡേഷൻസ് ഓഫ് ഫെയ്ത്ത് വരാനാണ് ഈ അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അഭിഷേക വിശ്വാസം മറ്റൊരു ട്രഡീഷണൽ വിശ്വാസമാണ്. പിന്നെ വേണമെങ്കിൽ ഒരു ജാതിക്കോയ്മ എടുത്തുകൊണ്ട് നമ്മൾ കുറഞ്ഞ പുള്ളിയല്ലെന്ന് പറയാമെന്നല്ലാതെ, മസിൽ പെരുപ്പിക്കാമെന്നല്ലാതെ ജാതിക്കോയ്മയ്ക്കും പാരമ്പര്യ വിശ്വാസത്തിനും പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. ഹും ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നീ പറയണത്? നിൻ്റെ പിതാക്കന്മാർ നീ ആരാണെന്ന് പറഞ്ഞിട്ട് കഥയില്ല. നീ ആരാണെന്നാണ്, ഞാൻ ആരാണെന്നാണ് നീ പറയണത്. ടേക്ക് ദി ബൈബിൾ, ശ്രുതികട ഹല്ലേലൂയ. മത്തായി 16:15. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണത്. ഓരോ വ്യക്തിയും ഓരോ ദിവസവും അവൻ്റെ വിശ്വാസത്തിന് വ്യക്തിപരമായ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. നിൻ്റെ വിശ്വാസം വളർന്നില്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇൻ യുവർ ഹെഡ്, നിൻ്റെ തലയിൽ കിടക്കും. ഇതിൻ്റെ അകത്തൊരു വിഷയം വരണത് വളരെ ഈ ശുചിനൂലും കോർക്കണ പോലെ ഓടുകയും ചെയ്യണം, ശുചിനൂലും കോർക്കുകയും ചെയ്യണം, ഇല്ലേ? അങ്ങനെ ഒരു വട്ടം ഇല്ലേ സ്പോർട്സിൽ? നമ്മൾ ഓടുകയും ചെയ്യണം, ആ ഓട്ടത്തിനിടയിൽ ശുചിനൂലും കോർക്കുകയും ചെയ്യണം. ഇതുപോലെ നാരങ്ങ സ്പൂൺ ഓട്ടമില്ലേ? സ്പൂണിൽ നാരങ്ങ വെച്ചുകൊണ്ട് നമ്മൾ ഓടും, പക്ഷെ നമ്മൾ ഓടി ജയിക്കും. പക്ഷെ ചിലപ്പോൾ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകത്തില്ലേ? അപ്പോൾ തോറ്റുപോയി. ഓടി ജയിക്കുക നമുക്ക് ലോകത്തിൽ കള്ളത്തറവ, തോന്നിവാസവ, കരിഞ്ചന്ത, കള്ളനോട്ട എന്തൊക്കെ ഓടി ജയിക്കാൻ പറ്റും. പക്ഷെ ജയിച്ച് കഴിയുമ്പോൾ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകത്തില്ല. അപ്പോൾ തോറ്റതായിട്ട് പ്രഖ്യാപിക്കും. അതാണ് വിഷയം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഓടുമ്പോൾ ഓട്ടത്തിലായിരിക്കും ആൾക്കാർ ശ്രദ്ധിക്കണതേ, നാരങ്ങയെ ശ്രദ്ധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നല്ല ഓട്ടം ഓടി എന്താ പറയണത്? വിശ്വാസം നാരങ്ങ സംരക്ഷിച്ചു. അത് ഈ ഓട്ടത്തിൽ, ഈ പരക്കം പാച്ചില് സൂക്ഷ്മതയോടെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് നിത്യത. അതുകൊണ്ടാണ് കൃപാസൻ എപ്പോഴും നിത്യതയെക്കുറിച്ച് പറയും. ഞാൻ നിത്യതയെക്കുറിച്ച് പറയാൻ കാരണം അതുമാത്രമല്ല, നിങ്ങളുടെ ഈ കൂട്ടായ്മയും ഞാനിവിടെ നിൽക്കുന്നതും കർത്താവ് നമ്മുടെ മധ്യത്തിൽ സാന്നിധ്യം നൽകുന്നതിൻ്റെ പിന്നിലുള്ളത് എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. 2004 സംഭവിച്ച മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ സന്ദേശം നൽകിയത്. ആ സന്ദേശം സഭ ഏറ്റെടുക്കണം. എന്നിട്ട് ലോകവ്യാപകമായി ദൈവത്തിൻ്റെ സന്ദേശം കൈമാറണം. ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഈ കൊച്ചിടത്തെ ഉപയോഗിക്കുകയാണ്.
അതുകൊണ്ടാണ് നിങ്ങളെ തിരിച്ച് ഇങ്ങനെ വിളിച്ചു വരുത്തി. എന്തിനാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊള്ളാമെന്ന് പറഞ്ഞാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അല്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യ പോർഷൻ ദൈവത്തിൻ്റെത് അങ്ങോട്ട് മാറും. ചില ആൾക്കാർ ബിസിനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ അതിൻ്റെ അകത്തുള്ള ലാഭം എടുത്ത് ആദ്യം അവർ പറപ്പം മേടിക്കും, എന്നിട്ട് കണ്ടവൻ്റെ കാശെടുത്തിട്ടാണ് പിന്നെ ബിസിനസ് ചെയ്യണത്. അത് തെറ്റാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അത് നിങ്ങൾ മുട്ടയെന്ന് ചെല്ലണം. മുട്ടയെന്ന് ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ആഗ്രഹിക്കണം. എന്ത് ചെയ്യണം? കർത്താവ് എത്രയും വേഗം നിൻ്റെ പ്രത്യക്ഷീകരണം, അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ പഠിക്കാൻ ഇടയാക്കണമേ, എന്നിട്ട് ലോകത്ത് വ്യാപകമായി അതിൽ പ്രചരിക്കാൻ ഇടയാക്കണമേ. ഇപ്പോൾ ഞാൻ ഓരോ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൂട്ടായ്മയാണ് ഉള്ളത്. ഇപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ വാട്സപ്പുകൾ, ഇപ്പോൾ ഞാൻ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ കൂടെ 5:30 പ്രാർത്ഥിക്കണില്ലേ? നിങ്ങളത് മുടങ്ങരുത് കേട്ടോ. നമ്മൾ ഡെയിലി ബ്രെഡ് മുടങ്ങരുത്. ഡെയിലി ബ്രെഡ് കൂടുന്നത് കൈപ്പൊക്കെ പ്രൈസ് ലോർഡ്. ഇനി കൂടാത്തവർ ഇന്ന് നാളെ മുതൽ കൂടിയേക്കണം. 5:30 നമ്മൾ ഒരുമിച്ചാണ് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത്. എന്നിട്ട് ഞാൻ നിങ്ങളെല്ലാവരുടെയും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. എന്തിനാ പ്രാർത്ഥിക്കണത്? നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ ദൂതനെ സെൻഡ് ചെയ്യാൻ. അത് നിസ്സാരമല്ല, അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ പോകുന്നിടത്തേക്ക് നമ്മുടെ ദൂതൻ, നീ പോകുന്നിടത്തേക്ക് നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ള വാഗ്ദാനമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ഇത് നിസ്സാരമല്ല. നമ്മുടെ ഓരോ യാത്ര, ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ 5 മണിക്ക് കുർബാന അർപ്പിക്കും ഒറ്റയ്ക്ക്. നമ്മൾ ഈ കാണുന്ന കുർബാനയല്ലേ, ഒറ്റക്കുള്ള കുർബാന എന്ന് പറയുന്നത് വേറെ ഒരു ഫീലാണത്. നമ്മളും ദൈവവും പരിശുദ്ധ അമ്മയും എല്ലാവരും കൂടി മാത്രം, വേറെ ആരും ഉണ്ടാകത്തില്ല അവിടെ. അപ്പം അവിടെ കുർബാനയുടെ ഓരോ വാക്കുകളും പിടിച്ച് ചൊല്ലി അതെല്ലാം ആദ്യം നമ്മൾ ആവഹിച്ചതിന് ശേഷം അത് സ്പെൽ ഔട്ട് ചെയ്ത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് അതിരം കൊണ്ട് പ്രഖ്യാപിച്ച് രക്ഷ എന്നാകുന്ന ക്രിസ്തുവിനെ പ്രാപിച്ചങ്ങ് പോകും. അപ്പം അതിന് ചിലപ്പോൾ ഞാൻ 2.5 മണിക്കൂറൊക്കെ എടുക്കും കുർബാന അർപ്പിക്കാൻ. സാഹിത്യ അക്കാദമി പഠിക്കുന്ന കാലത്ത് തൃശ്ശൂരിൽ ഞാൻ അപ്പത്തമ്പുരാനിലാണ് താമസിച്ചത്. അപ്പത്തമ്പുരാനിൽ കുർബാന എനിക്കൊരു ലോഡ്ജ് തന്നു ഗവൺമെൻറ് അവിടെ പഠിക്കാൻ, റിസർച്ചിന് വേണ്ടി. അപ്പോൾ ഞാനത് കട്ടിലേൽ ബെഡെല്ലാം മാറ്റിയിട്ട് പുതിയൊരു തുണി വിരിച്ചിട്ട് ഞാൻ താഴെ മുട്ടേ നിൽക്കും. എന്നിട്ട് ഒസ്തി മീഞ്ഞും എടുത്തിട്ട് അവിടെ നിന്നുകൊണ്ട് കുർബാന അർപ്പിക്കാൻ തുടങ്ങും. കുർബാന അർപ്പിക്കുക ഇപ്പോൾ 8 മണിക്ക് തുടങ്ങുന്ന കുർബാന തീരുമ്പോൾ 9:30-10 മണിയാവും, ചിലപ്പോൾ 10 ആവും. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ച് ഒറ്റക്കുള്ള കുർബാന ഒരു വല്ലാത്ത സംഭവമല്ലേ. നമുക്ക് ജനങ്ങളുമായിട്ട് അങ്ങനെ പറ്റത്തില്ല. ജനങ്ങൾക്ക് പല ജോലികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അവർക്ക് ഓരോ ടൈമിന് ഓരോ സ്ഥലത്ത് എത്തിച്ചേരണം. എങ്കിലും നിങ്ങൾ കുർബാനയൊക്കെ നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സെപ്പോഴും എന്തെല്ലാം വിഷയമുണ്ടെങ്കിലും മനസ്സ് എപ്പോഴും അൾത്താരം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ അറിവിന് ആനുപാതികമായിട്ടായിരിക്കും അഭിഷേകം ഉണ്ടാകുന്നത്. അഭിഷേകം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇതൊരു ആവർത്തനം മാത്രമായിട്ട് നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യും. പല ആൾക്കാർക്ക് അത് ശ്രദ്ധയില്ലാത്ത കൊണ്ടാണ് ഈ കുർബാന വരേണ്ടതായിട്ട് തോന്നുന്നത്. ശ്രദ്ധ വന്നാൽ ദൈവസ്നേഹം വരും, വിശ്വാസം വരും, പ്രത്യാശ വരും. ദൈവസ്നേഹം എന്ന് പറയുന്നത് കുർബാനയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ദൈവസ്നേഹം ക്വാളിറ്റേറ്റീവ്ലി ഭയങ്കര വ്യത്യാസമുണ്ട്. കുർബാനയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ദൈവസ്നേഹത്തിന് ഇപ്പം ചില പാലിന് കൊഴുപ്പ് കൂടുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കുർബാനയിൽ അർപ്പിച്ചിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ദൈവസ്നേഹത്തിന് വേറെ ഒരു ഫീലാണ് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുർബാനകൾ കൂടുമ്പോൾ അതൊരു ഭാഗ്യമായി കാണണം. കുർബാന പരമാവധി മിസ്സാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുർബാന മിസ്സാകുന്നതിന് 1000 കാര്യങ്ങൾ എപ്പോഴും നമുക്ക് മുമ്പിൽ പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ ദിവസങ്ങളൊരു സാക്ഷ്യം കേട്ട്, അവിടെ സാക്ഷ്യമാണത്. അതായത് നല്ല സാക്ഷിയാണ്. ജെറോമി എന്നും പറഞ്ഞു ഒരു ചെറുപ്പക്കാരനാണ്, പയ്യൻസാണ്. പക്ഷേ അയാൾ ഒരു IT ഓഫീസറാണ്. ഇപ്പോൾ ജെറോമിയുടെ ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണാം. ഇപ്പം തന്നെ 10-62,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞു. ജെറോമിയുടെ സാക്ഷ്യം എന്ന് പറയണത്, അയാൾ പറയണത്, എനിക്ക് കുർബാനയ്ക്ക് പോകാതിരിക്കുക ഉടമ്പടിയെക്കുറിച്ച് പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം നടന്ന സാക്ഷ്യമാണ്. ഈ കുർബാന ഉടമ്പടി എന്ന് പറയണത് അദ്ദേഹം അവസാനം എൻ്റെ കൺക്ലൂഷൻ പറയുന്നുണ്ട്, ട്രാക്കില്ലാത്തവർക്ക് ട്രാക്ക് കൊടുക്കുന്ന പ്രാർത്ഥനയാണെന്ന്. അത് ആദ്യമായിട്ട് ഞാൻ കേൾക്കണത്. ട്രാക്കിലല്ലാതെ ഓടുന്ന ആൾക്കാരില്ലേ,
അവരെ ട്രാക്കിലാക്കുന്ന പ്രാർത്ഥനയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, എല്ലായിടത്തും കിടന്ന് ഓടി നമുക്ക് സമ്മാനം കിട്ടത്തില്ലല്ലോ. ട്രാക്കിൽ തെറ്റിച്ചാലും നമുക്ക് സമ്മാനം കിട്ടത്തില്ല. അപ്പോൾ ട്രാക്ക് ഇല്ലാതെ ഓടുന്നവരെ ട്രാക്കിലാക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ, അങ്ങനെ തന്നെ ഞങ്ങൾ ഹെഡിങ് ഇട്ടിരിക്കണം അതിനും. അത് അദ്ദേഹം പറയാൻ കാരണം, അദ്ദേഹം ഈ ജീവിതത്തെ അദ്ദേഹം ഉടമ്പടി ദൈവാനുഭവം ഉണ്ടായിക്കഴിയുമ്പോൾ ഗതകാല ജീവിതത്തെ പുള്ളി ഇവാലുവേറ്റ് ചെയ്യും. ഭയങ്കര രസമാണ്. ഒരു 10-24 വയസ്സേ കാണത്തുള്ളൂ, പക്ഷേ ഒരു നല്ല പൊക്കമുള്ള നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാളാണ് പുള്ളി. ആ വിഷയം പറയണത്, പുള്ളിക്കൊരു ദൈവാനുഭവം ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ജീവിതത്തിൽ ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി കഴിഞ്ഞ കാലത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങി. പഴയ കാലത്തെക്കുറിച്ച് പുള്ളി പറഞ്ഞതിലാണ്. അല്ലാതെ പുള്ളിയുടെ ഒരു പ്രസ്താവന എന്താണ്, ഉടമ്പടി ട്രാക്കിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർ ട്രാക്കിൽ, അത് അങ്ങനത്തെ അനുഭവമാണ് അങ്ങനെ പറയണത്.